വീട്ടിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇത് സംബന്ധിച്ച് 3 അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇംപീച്ച്മെൻറ്റ് പ്രമേയം ചർച്ചയ്ക്കെടുക്കും എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ? ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ ഈ ഗവൺമെൻറ് ഇതിന് മുൻകൈ എടുക്കുകയില്ലെന്നാണ്. എന്താ ചോദിക്കാൻ ഇങ്ങനെ വിചാരിക്കാൻ കാരണമെന്ന് വെച്ചാൽ, രാജ്യസഭയിൽ ഈ ഒരു ഇംപീച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് കഴിഞ്ഞ തവണ അങ്ങനൊരു തീരുമാനമെടുത്ത ഉടനെ തന്നെയാണ് അദ്ദേഹം ഞാൻ രാജിവെക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചങ്ങ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അന്ന് തന്നെ ഇദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി രാജ്യസഭയിൽ ഈ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച്. ആ മീറ്റിങ്ങിൽ BJPയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. പങ്കെടുക്കേണ്ടിയിരുന്നവർ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ JP നഡ്ഡ എന്നിവരാണ്. ആരും പങ്കെടുക്കാതെ വേറെ അപ്പുറത്തെ ഒരു മുറിയിൽ അവർ കൂടിക്കാഴ്ച നടത്തുകയാണ് ചെയ്തത്. പകരമായിട്ട് ഈ ധൻഖർ ഒറ്റപ്പെടുകയും അന്ന് വൈകുന്നേരമാണ് അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റിസ് വർമ്മയെക്കുറിച്ചുള്ള ഇംപീച്ച്മെൻറ്റിന് ഗവൺമെൻറ് എതിരാണ്, BJPക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം, അതിൻ്റെ ആയിരിക്കും ഈ പണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയില്ല, അതുപോലെ തന്നെ ഇംപീച്ച്മെൻറ്റിലേക്കും പോവുകയില്ല. നമ്മൾ ലോജിക്കലായിട്ടൊരു കൺക്ലൂഷനിലെത്തി. എനിക്കൊരു തെളിവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ BJP ഗവൺമെൻറ് കാണിച്ചത് അഴിമതിയാണല്ലോ. പക്ഷേ എൻ്റെ മുമ്പിൽ ഇപ്പോൾ BJP ഗവൺമെൻറ് അഗ്നിശുദ്ധമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. BJPയുടെ ലോക്സഭാ അംഗങ്ങൾ തന്നെ 146 അംഗങ്ങൾ ഒപ്പിട്ട ഒരു നടപടിക്രമം അനുസരിച്ചാണിപ്പോൾ ഈ അന്വേഷണം വരുന്നത്, ഇംപീച്ച്മെൻറ്റ് വരുന്നത്. അതിൽ രവിശങ്കർ പ്രസാദ് ഉന്നത അഭിഭാഷകൻ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒപ്പിട്ട പറ്റി പ്രതിപക്ഷ നേതാവിൻ്റെയും കൂടെ വേണം. ഇത് പ്രതിപക്ഷ മര്യാദയാണ്. അത് ഒപ്പിട്ടെന്തായാലും നന്നായി. ഞാൻ ഇതിൽ അഴിമതി കാണുന്നു പറഞ്ഞ് ഒപ്പിടാതിരുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിൽ പെരുമാറാമല്ലോ, ജനാധിപത്യമല്ലേ. ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ജസ്റ്റിസ് അരവിന്ദ് കുമാർ അന്വേഷണ കമ്മിറ്റി ഉണ്ടാവണം. അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇംപീച്ച്മെന്റ് ചർച്ച നടക്കുക. ചർച്ചയിൽ നടന്നിട്ട് അവസാനമാണ് ഇംപീച്ച്മെന്റ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഉത്തരം പറയണമെങ്കിൽ അന്വേഷണം നടത്തി തെളിവുകളെല്ലാം പ്രൊട്രാക്റ്റഡ് പ്രോസസ്. പാർലമെന്റ് നിയോഗിക്കുന്ന കമ്മിറ്റി തന്നെ അന്വേഷിക്കണം. അതെ, അല്ലാതെ പുറത്താരെങ്കിലും അന്വേഷിച്ച റിപ്പോർട്ടൊന്നും പാർലമെന്റിന്. ദിസ് ഇസ് എ പ്രൊട്രാക്റ്റഡ് പ്രോസസ്. അപ്പോൾ ഇതിൽ ജസ്റ്റിസ് അരവിന്ദ് കുമാർ ഉണ്ട്. അദ്ദേഹം 2009 കർണാടക ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിരുന്ന ആളാണ്. 2012 സ്ഥിരം ജഡ്ജിയായി. 2021 ഗുജറാത്ത് ഹൈക്കോടതിയിൽ പോയി പിന്നെ അതിൻ്റെ ചീഫ് ജസ്റ്റിസായി അദ്ദേഹം. 2023 ഫെബ്രുവരി സുപ്രീം കോടതിയിൽ. അപ്പോൾ എല്ലാം കൊണ്ട് യോഗ്യനായ വ്യക്തി. മറ്റൊന്ന് ജസ്റ്റിസ് മനീന്ദർ മോഹൻ ശ്രീവാസ്തവ. അദ്ദേഹം പിന്നെ രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്നു. യോഗ്യനായ ആൾ തന്നെയാണ്. പിന്നെ അഡ്വക്കേറ്റ് BV ആചാര്യ, എനിക്ക് തോന്നുന്നു അദ്ദേഹം കർണാടകയിലാണ്. അദ്ദേഹം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ഒരുപാട് അഴിമതി കേസുകളുണ്ടായിരുന്നു. അതിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. അപ്പോൾ ഇതിന് പറ്റിയ ഏറ്റവും ഉപയുക്തനായ വ്യക്തിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അഭിഭാഷകനാണ്, ജഡ്ജിയല്ല. 6 പതിറ്റാണ്ടിലേറെ, എന്നാൽ 60 വർഷം പൂർത്തിയാക്കി. അങ്ങനെ ഒരാൾ 5 തവണ കർണാടകത്തിൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് ഇരുന്നിട്ടുണ്ട്. തമിഴ്നാട് കേസിൽ ആ പത്രം എടുക്കാനായിട്ടുള്ള സമർത്ഥനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഒരാളുണ്ട്, 2 ജഡ്ജിമാരും ആ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ യാദൃശ്ചികമായിട്ടാണ് നോട്ടുകെട്ടുകൾ കണ്ടത്. അണയ്ക്കാൻ ചെന്ന അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ നോട്ടുകെട്ടുകൾ കണ്ടു, അത് കരിഞ്ഞ നിലയിൽ കണ്ടു. പിന്നെ ഒരു മിണ്ടിയിട്ടില്ല പേടിച്ചിട്ട്. കാരണം ജഡ്ജിയാണ്. വഴിയരിയിൽ ഇരുന്നുകൊണ്ട് കസേര ഇട്ടുകൊണ്ട് ഞാനിത് പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് കേസ് പ്രോസിക്യൂട്ട് ചെയ്യാം ആൾക്കാർ. അതുപോലെ അധികാരമുള്ളവരാണ് അവർ. അങ്ങനെ വഴിയിലിരുന്ന് അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഞാനിപ്പോൾ ജഡ്ജിയാണ്, അതുകൊണ്ട് ഞാൻ നടപടി എടുക്കുകയാണ്, ഐ ആം ഗോയിങ് ടു പ്രോസിക്യൂട്ട് യു എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യും. പോലീസിന് അതനുസരിച്ച് നടപടിയെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് ജയിലിടും. അത്ര അധികാരമുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പോലും എന്താ നടപടിയെടുത്തത്? ഇദ്ദേഹത്തിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ്. കടുത്ത നടപടിക്കൊന്നും പോയില്ല. സസ്പെൻഡ് ചെയ്തോ?
ഇല്ല. ഡിസ്മിസ് ചെയ്തോ? ഇല്ല. പിരിച്ചുവിട്ടോ? ഇല്ല. പക്ഷെ ശകാരിച്ചോ? അതുമില്ല. ഇല്ല. അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി അന്വേഷണത്തിനൊരു ഉത്തരവിട്ടു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇംപീച്ച്മെന്റ് ക്ലീൻ ചിറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും നടത്താം, ആർക്കും ഒന്നും ചെയ്യാൻ അധികാരമില്ല. പിന്നെ മറ്റൊരു കാര്യം ഈ കാര്യത്തിലുള്ളത്, ഈ വർമ്മ ഇതുവരെ ലോജിക്കലായിട്ടുള്ള, ഇനി പറയാമല്ലോ, ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം, എന്തിനീ നോട്ടുകെട്ട് എങ്ങനെ വന്നു, ഇതിൽ എനിക്കെതിരെ നടക്കുന്ന മറുപടി പറഞ്ഞിട്ടില്ല. അതെ, നീതിരഹിതമാണ്, അനീതിയാണ്, അന്യായമാണെന്നൊക്കെ അല്ലാതെ വ്യക്തമായി ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളല്ല. ഇതിനൊരു ഉത്തരം അദ്ദേഹം സുപ്രീം കോടതി കൊടുത്ത ഹർജി തള്ളുകയും ചെയ്യുന്നു. അല്ല, എൻ്റെ വീട്ടിൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഡെനിയൽ മോഡ്, അദ്ദേഹത്തിന് ഒരു ഡെനിയൽ മോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് ബോധ്യമായി. ഈ കോടിക്കണക്കിന് രൂപ ജഡ്ജിയായിരുന്നു കൊണ്ട് അവിഹിതമായിട്ട് സമ്പാദിച്ചു. ശമ്പളമല്ലല്ലോ ഇത്, ശമ്പളമാണെങ്കിൽ ഇങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേസുകളിൽ പണം ഉപയോഗിച്ച് ഈ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു നിമിഷം നമുക്കിപ്പോൾ അറിയില്ലല്ലോ എന്ന് നമുക്ക് ഊഹിക്കാം. ലോജിക്ക് നമ്മുടെ എന്ത് ലോജിക്ക് മാത്രം പറയും, വെർഡിക്റ്റ് അല്ല ഈ പറയും. അതുപോലെ തന്നെ ഒരു കോടതിയിലും ഇങ്ങനെ ഒരാൾക്ക്, പണം ഇങ്ങനെ സമ്പാദിക്കുന്ന ഒരാൾക്ക് ജഡ്ജിയായിട്ടിരിക്കാൻ ഒരു തരത്തിലുമുള്ള മോറൽ റൈറ്റും ഇല്ല, ധാർമ്മികമായിട്ടുള്ള അവകാശവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ നോക്കണം, ഇന്ത്യയിലെ ഏതൊരു വിജയ് മല്യയ്ക്കെതിരെ വരെ നമ്മൾ FIR ഇട്ടു, കേസെടുത്തു. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതിന് തടസ്സം ബ്രിട്ടനിലെ നിയമ നടപടികൾ മാത്രമാണ്, അല്ലേ? പക്ഷേ എത്രയും പണക്കാരനായ പൗരൻ, സാധാരണ പൗരൻ്റെ കാര്യം പറയണ്ട, പിടിച്ച് ജയിലിലിട്ട് ലോക്കപ്പിലിട്ട് അടിയും കൊടുത്ത് നീരാക്കിയേനെ, പിന്നെ നീര് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, അല്ലേ? പീഡനങ്ങൾക്ക് പിന്നെയും വിധേയമാവും. അതാണ് സാധാരണ പൗരൻ്റെ ജീവിതം. അപ്പോൾ നീതി ദേവത മുഖം നോക്കാതെ എന്നൊക്കെ പറയുന്നിടത്ത് ഇവിടെ നമുക്ക് ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് സ്വാഭാവികമായിട്ടും. എന്തായാലും ഇദ്ദേഹത്തെ ആരും ഇനിയും പീഡിപ്പിക്കാനും പോകുന്നില്ല. ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജി പദവി ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെ എന്ത് ലബോറിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ ചിലർക്കൊക്കെ പദവികൾ അനുസരിച്ച് പൗരന് കിട്ടാത്ത നീതി കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് ദൂരീകരിക്കേണ്ടത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയാണ്. അങ്ങനെ ഉണ്ട് ഒരു സംശയം, നീതി എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു സംശയം. ഇവിടെ സംശയം മാത്രമാണ്, ഇത് നിരീക്ഷണം പോലുമല്ല, തോന്നി തുടങ്ങി. അതിന് ഉത്തരം പറയാനുള്ളത് നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ജഡ്ജിമാർ തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഓം ബിർളയുടെ നടപടി വളരെ കൃത്യമായിട്ട് BJP അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, സത്യസന്ധമായി മുന്നോട്ട് പോകുന്നത്. അങ്കിലേ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ, അങ്കിലേ ഇംപീച്ച് പാർലമെന്റിന്റെ ഇതില്ലാതെ പാർലമെന്റിലെ ഈ പറയുന്നത് പോലെ 4/3 ഭൂരിപക്ഷം ആവശ്യമാണ് ഇംപീച്ച്മെന്റിന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഏത് ജഡ്ജി ആയാലും ഏത് പ്രാഡ്വിഭാഗനായാലും അഴിമതിക്ക് സ്ഥാനമില്ല. അങ്ങനെ ഒരു അഴിമതി നടത്തുന്നവർ അഴിക്കുള്ളിൽ അവർക്ക് അഴിമതി. ഇപ്പം ഇവരുടെ കാര്യത്തിൽ ലബോറിയസ് ആണ് ടാസ്ക്, സാധാരണ പൗരന്റെ കാര്യത്തിൽ അതല്ല, ലബോറിയസ് അല്ല, ഈസിയാണ് ടാസ്ക് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവസാനം പക്ഷേ നടപടിക്രമങ്ങൾ ഇച്ചിരി വൈകിയാലും നല്ല നീതി ലഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് സാധാരണ പൗരന് ഇന്ത്യൻ ജനാധിപത്യത്തിലും അതുപോലെ ജുഡീഷ്യറിയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും പാർലമെന്റിലുള്ള നമ്മുടെ വിശ്വാസം നീതിന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസവും രൂഢമൂലമാക്കാൻ ഉപകരിക്കുന്ന ഒരു ഇംപീച്ച്മെന്റാണ്. എനിക്ക് തോന്നുന്നു ആകെ 2-3 ഇംപീച്ച്മെന്റ് മാത്രമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു ഭരണ നടപടിക്രമം തന്നെയാണ്. ഒരു സുപ്രധാന കാൽവയ്പാണ് ചരിത്ര ജനാധിപത്യത്തിന്റെ ചരിത്ര പാഠവും.